ഒരു പക്ക അറേഞ്ച്ഡ് മാരേജ്. രചന ഷാന റിസ്വാൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. എടാ എങ്ങോട്ട് നീ? അവന്റെ സ്വഭാവം അറിയാലോ, പണ്ട് വാശിക്കാരനാ. ആ ദേഷ്യമാറ ഇനിയൊന്നും നടക്കില്ല. അവന്റെ പുറകെ പോയിട്ട് കാര്യമില്ല. റിയാന്റെ കാറിന് പിന്നാലെ പോവാനിരിങ്ങായിരുന്നു ഫെബി. നജീബ് ചെന്നവനെ തടഞ്ഞു. അവർക്ക് പോട്ടെ, റിയാൻ ചോദിച്ചതിനെ ചോദിക്കാണ് ഞാനും. നിന്നോടാണ് അവളെയും കെട്ടിയിരുന്നളിച്ച് ആദിയുടെ മുമ്പിലേക്ക് പോകാൻ പറഞ്ഞു. ആദിക്കുള്ള കണ്ണെടുത്താൽ കണ്ടുകൂടായിരിക്കും. അതുകൊണ്ടാ റിയാൻ അത്രയും ദേഷ്യം വന്നത്. ഇനി അവള് ഫോണിൽ വിളിച്ച് വേറെ വല്ലതും പറഞ്ഞോന്ന് അറിയില്ല. അവനും തണുക്കട്ടെ, എന്നിട്ട് നമുക്ക് ശരിയാക്കാം. അല്ലെങ്കിൽ അവനായിട്ട് തന്നെ ഞാൻ തേടി വരും. നജീബ് പറഞ്ഞൊക്കെ ആയിട്ട് ഫെബി ഒരു ദീർഘശ്വാസം വലിച്ചു വിട്ടു. അവന്റെ നോട്ടം ചെന്നെത്തിയ സോനയിലേക്കാണ്. പൊടുന്നതിനെ കാറ്റ് പോലെ അവൻ അവൾക്കരികിലേക്ക് പറന്നെടുത്തു. ആ പോക്കണ്ടാലറിയാം അവളൊക്കെ ഒന്ന് കെട്ടിത്തൂക്കാനാണെന്ന്. നജീബ് ഇരികകൾ കൊണ്ട് അവനെ വട്ടം ചുറ്റി പിടിച്ചു. വേണ്ട, വിട്ടേക്ക്, വട്ടിയേസാ. ഇല്ലെങ്കിൽ ഇമാതിരി പണിയൊക്കെ ചെയ്തു വിട്ടോ. വിവരമില്ലായ്മ ഒരു കുറ്റമല്ല. ഈ ഒരു തവണത്തേക്ക് മാപ്പ് കൊടുത്തേക്ക് നീ അവൾക്ക്. മാപ്പ് കൊടുക്കാനോ? ഇത്രയും ദ്രോഹം ചെയ്തവൾക്ക് മാപ്പ് കൊടുക്കാനാണോ നീ പറയുന്നത്? എന്റെ മക്കളുടെ ജീവൻ വെച്ചവള് കളിച്ചത്. റിയാൻ പറഞ്ഞ പോലെ എന്തുമാത്രം സഹിച്ചു എന്റെ കുട്ടി. എല്ലാവരെയും സ്നേഹവും പരിചയം കെട്ടി കഴിയേണ്ട 9 മാസവും തീ തിന്ന് ഉരുകി തീരുകയായിരുന്നില്ലേ അത്? ഉമ്മ നിന്ന് സങ്കടം പറയാൻ തുടങ്ങി. ആ മിഴികൾ നിറയുന്നുണ്ടായിരുന്നു. അതോടൊപ്പം സോനയെ കത്തിച്ച് ശാമ്പലാക്കാൻ പാകത്തിലുള്ള ദേഷ്യം ഉണ്ടായിരുന്നു അവരുടെ കണ്ണുകളിൽ. ഫെബി, നീ വാ, ഇപ്പൊ തന്നെ വിളിച്ചു കൊണ്ടുവരണം അവളെ. എത്ര സുരക്ഷിതായ സ്ഥലത്താണെന്ന് പറഞ്ഞാലും ഇനിയൊരു നിമിഷം അവിടെ നിർത്തിക്കൂടാ. എനിക്ക് ഇപ്പൊ കാണാൻ എന്റെ മോളെ. ഉമ്മ ആവശ്യപ്പെട്ടതോടെ ആൾ വിളിച്ചുകൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി അവിടെ എല്ലാവരും. ആ ദേഷ്യവും വെച്ച് അധിക ദൂരം യാത്ര ചെയ്യാൻ വയ്യായിരുന്ന റൈഹാന് വണ്ടി റോഡരിയിലേക്ക് നിർത്തി സീറ്റിലേക്ക് ചാരി കണ്ണുകളടച്ചങ്ങനെ കിടന്നു. ആ ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു നേരത്തെ. അപ്പോഴാണ് അഫ്രീയുടെ മെസ്സേജ് വരുന്നത്. ഫെബിക സോനയും കൂട്ടി കയറി വന്നിട്ടുണ്ടെന്നും ആദ്യാകെ തകർന്നിരിക്കുകയാണെന്നും പറഞ്ഞു. ഒന്നാകെ എരിഞ്ഞേറാൻ തുടങ്ങിയിരുന്ന അവനെ. സോന കാര്യമായുള്ള എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ടാവും എന്ന് തന്നെ ഉറപ്പിച്ചു. പിന്നെ നോക്കിയില്ല. ഖാലിദിന്റെ പേര് പറഞ്ഞാൽ അവൻ ഇളകും. അത് തന്നെ പ്രയോഗിച്ചു. വാക്കുകൾ കുറിച്ച് കടുപ്പത്തിൽ പ്രയോഗിച്ചു. ഇനിയൊരു അവിവേകം ഉണ്ടാവാതിരിക്കാൻ അതേ മാർഗമുള്ളൂ എന്ന് തോന്നി. കേട്ട വാർത്തയുടെ ഷോക്കിൽ നിന്ന് ആരും മോചിതരായിട്ടില്ല. അരേറും തറവാട്ടിൽ ഈ നിമിഷം വരെ ഉമ്മ കരഞ്ഞുകൊണ്ട് ഒരു ഭാഗത്ത്, ഷിയാബ് ആഷിയും തറച്ചിട്ട പോലെ സിറ്റ് ഔട്ടിലും ഹാളിലുമായി മരവിച്ചിരിക്കുന്നു. ആരെ ആശ്വസിപ്പിക്കണം, എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഇവർക്കിടയിൽ കിടന്ന് ശിഫ വീർപ്പ് മുട്ടുന്നു. ഒരമണിക്കൂർ മുന്നേ ആയിരുന്നു ആദ്യം വിളിച്ച് താൻ ഗർഭിണിയാണെന്നുള്ള കാര്യം ഇനി എന്തിനും മറച്ചു പിടിക്കണമെന്ന ചിന്തയിൽ എല്ലാവരോടും ആ സത്യം തുറന്നു പറഞ്ഞു. കേട്ടപ്പോൾ തുടങ്ങിയതാണ് വീട്ടിലെ ശോകാവസ്ഥ. കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഷിയാബ് വേഗം ഫോൺ എടുത്ത് ഫെബിക്ക് വിളിച്ചു. ആദിയുടെ കാര്യങ്ങളെ ഒറ്റശ്വാസത്തിൽ പറഞ്ഞു നിർത്തവൻ. ഉമ്മയും ഉപ്പയും കൂട്ടി അവളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണെന്നും പെട്ടെന്ന് റെഡിയായ അവരോടൊപ്പം ചെല്ലാനും ആവശ്യപ്പെട്ടു. ഫെബി പറഞ്ഞു കേട്ടതോടെ ഫോൺ കെട്ടി ചെയ്ത് ഓരോ ഓട്ടമായിരുന്നു അവൻ ഉമ്മയുടെ അടുത്തേക്ക്. കാറും എടുത്ത് കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോയിരുന്ന റൈഹാൻ അപ്പോഴാണ് വീണ്ടും അഫ്രീയുടെ കോൾ അവനെ തേടി എത്തുന്നത്. ആദിക്ക് ചെറിയ അസ്വസ്ഥതകൾ തോന്നി തുടങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞു. അത് കേട്ടതും കോൾ കെട്ടിയതവൻ വണ്ടിയുടെ സ്പീഡ് ഒന്നുകൂടെ കൂട്ടി. ഏറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം 2 കാറുകളിലായി അവരൊരുമിച്ച് അഫ്രീയുടെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. വേഗം ഇറങ്ങി ചെന്ന് കോളിംഗ് ബെല്ല് മുഴക്കി നോക്കിയെങ്കിലും മറുപടിയൊന്നും ഇല്ലായിരുന്നു. ആദ്യ ആ അവസ്ഥയിൽ നിൽക്കുകയായതുകൊണ്ട് തന്നെ എല്ലാവർക്കും സംശയം തോന്നി. ഫെബി വേഗം ഫോണെടുത്ത് റൈഹാനെ വിളിച്ചു നോക്കി. പെട്ടെന്ന് വായിക്കാം, ആദിക്ക് വയ്യാണ്ട് ഹോസ്പിറ്റലാ. അവൻ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്ത് വന്ന പോലെ തന്നെ അവരെല്ലാം തിരികെ കാറിലേക്ക് കയറി ധൃതിയിൽ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. കുറഞ്ഞ സമയം കൊണ്ട് എത്താവുന്ന ദൂരമേ ഉള്ളായിരുന്നു. കാറൊന്നും ശരിക്കും ഒതുക്കി നിർത്തുക പോലും ചെയ്യാതെ ഫെബി ഇറങ്ങി ഓടി മുകളിലേക്ക്. ലിഫ്റ്റ് വർക്കിംഗിലായിരുന്നു. അതിനെ കാക്കാൻ നേരമില്ലാതെ അവൻ സ്റ്റെപ്പുകൾ ഓടിക്കയറി 4ാം നിലയിലെത്തി. വാർഡിന് മുന്നിലുള്ള വരാന്തയിലൂടെ വയറും താങ്ങി പിടിച്ച് നടക്കുന്നതിനൊപ്പം അവൾ പുളയുകയായിരുന്നു. ആ കാഴ്ച കണ്ട് ഫെബിയുടെ തൊണ്ടയിലൊരു പിടുത്തം അനുഭവപ്പെട്ടു. കണ്ണുകൾ കലങ്ങി മറിഞ്ഞു. അവൾക്ക് താങ്ങിന് അഫ്രയും റെഹാനി ഇരുവശത്തുമുണ്ട്. വെയിറ്റിംഗ് ചെയറിൽ അഫ്രയുടെ ഉമ്മയുപ്പ ഇരിപ്പുണ്ട്. എങ്കിലും തനിക്ക് പകരം ആവില്ല അവരൊന്നും. ഒറ്റ കുതിപ്പിന് അവൻ അവർക്കരിയിലെത്തി. മോളെ ആദി. തൊണ്ടയിടറിപ്പോയവന്റെ ആ മുഖത്തേക്കും നോക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു അവളപ്പോൾ. പ്രാണൻ പറഞ്ഞു പോകുന്ന വേദന സഹിക്കുകയാണ്. എന്തിനെതിരിങ്ങനെ കഷ്ടപ്പെടുന്നത്? ഡോക്ടർ വിളിക്കുന്നേ. ദയനീയമായി റെയ്ഹാനെ നോക്കിയവൻ. നടക്കാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, എങ്കിലേ പ്രസവം ഉണ്ടാവുന്നു. മതി നടന്നോക്കെ, എന്റെ മോളെ കൊണ്ട് വയ്യടാ ഇനി. ആളെ ചേർത്ത് പിടിച്ച് ആ കവിളിൽ നിന്ന് ചുംബിച്ചവൻ. അപ്പോഴേക്കും ബാക്കിയുള്ളവർ അങ്ങോട്ട് എത്തിയിരുന്നു. ഷിയാബ് ആഷി ഉമ്മയെല്ലാം അവിടെ ചുറ്റിനും കൂടി. എന്തിനാ മോളെ, എന്തിനാ ഇത്രയും കാലം? വാക്കുകൾ മുഴുമിക്കാൻ കഴിഞ്ഞില്ല ഷിയാബിന്. അത്രയും സങ്കടം ഉണ്ടായിരുന്ന ആ നെഞ്ചിനകത്ത്. ഉമ്മ ചെന്ന് അവളെ ഇറുകെപ്പണന്നു. ആ മുഖമാകെ തുരുതുരാ ചുംബനങ്ങൾ കൊണ്ട് മൂടി. ഒരു ധൈര്യത്തിനൊന്നോണം ആഷി എന്ന് അവളുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു. ഞാനുണ്ട് കൂടെ എന്ന് പറയാതെ പറഞ്ഞു. ഫെബിയുടെ ഉമ്മയും ഉപ്പയും അപ്പുറവും ഇപ്പുറവും നിന്ന് തൊട്ടും തലകൂടി അവളെ സമാധാനിപ്പിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴേക്ക് റിയാൻ ചെന്ന് ഡോക്ടറെയും വിളിച്ച് എത്തിയിരുന്നു. ആളുടെ അവസ്ഥ കണ്ടതും പെട്ടെന്ന് ലേബർ റൂമിലേക്ക് എത്തിക്കാൻ ആവശ്യപ്പെട്ടു അവർ. ഒരു ചുംബനം കൂടി നൽകി ഫെബി അവളെ ധൈര്യം കൊടുത്ത് പറഞ്ഞു വിട്ടു. അകത്തേക്ക് കയറുന്നതിന് മുമ്പേ അവളൊന്ന് തിരിഞ്ഞു നോക്കി. മുന്നിലുള്ള ഓരോ മുഖങ്ങളും കണ്ണാരെ ഒപ്പിയെടുത്തു. ചുണ്ടിൽ വിരിഞ്ഞ നേർത്ത പുഞ്ചിരിക്കൊപ്പം അവളുടെ മിഴിയിൽ നിന്നൊരു തുള്ളി പുറത്തേക്ക് ചാടി. ഇതിനകത്തുനിന്ന് ജീവനോട് എനിക്കിനി ഒരു മടങ്ങി വരുമുണ്ടോ എന്നറിയില്ല.
ഇല്ലെങ്കിൽ ആരുടെ ഓർമ്മകളിലും ഞാനൊരു കരടായി മാറരുത്. ഇന്നോളം എന്നെ മേൽ ചുമത്തപ്പെട്ട ഒരു തെറ്റും അറിഞ്ഞറിയാതെ ഞാൻ ചെയ്തിട്ടില്ല. നിരപരാധിയാ, അന്നും ഇന്നും നിരപരാധിയാ. ശരീരത്തിനും മനസ്സിനും ഒരുപോലെ നോവ് തോന്നിയ നിമിഷമായിരുന്നത്. അവളോടൊപ്പം അവൾക്ക് ചുറ്റും നിന്നവരും കരഞ്ഞുപോയി. ആ നേരം ഒന്നുകൂടി ഫെബിയെ നോക്കി അവൾ മെല്ലെ അകത്തേക്ക് ചൂടെടുത്തു വെച്ചു. ലേബർ റൂമിന്റെ വാതിൽ അവർക്ക് മുമ്പിൽ കൊട്ടിയടക്കപ്പെട്ടു. അത്രയൊക്കെ പറഞ്ഞവൾ അകത്തേക്ക് പോയതോടെ നഷ്ടപ്പെട്ടതായിരുന്നു ഫെബിയുടെ മനസ്സമാധാനം. അന്തിച്ചു നിന്നില്ല. വേഗം ചെന്ന് ഡോറിനടുത്തുള്ള കോളിംഗ് ബെല്ലിൽ വിരലമർത്തി. അവരെന്താണ് ചെയ്യുന്നത് മനസ്സിലാവാതെ ബാക്കിയുള്ളവരെല്ലാം മുഖാമുഖം നോക്കി. അകത്ത് ബെൽ മുഴങ്ങി കേട്ടതും ഒരു നേഴ്സ് വന്ന് ഡോർ തുറന്നു. ആദിലയുടെ ഹസ്ബൻഡ്, എനിക്ക് ഡോക്ടറോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു, ഒന്ന് വിളിക്കാമോ പ്ലീസ്? അവന്റെ ആവശ്യപ്പെടലും ആ കണ്ണിലെ നീരുറവയും കണ്ട് നേഴ്സ് പെട്ടെന്ന് അകത്തേക്ക് തന്നെ മടങ്ങിപ്പോയി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാണ് ഡോക്ടർ വെളിയിലേക്ക് ഇറങ്ങി വന്നു. ഡോക്ടർ പ്ലീസ്, എനിക്ക് അകത്തേക്ക് കയറാൻ അനുവാദം തരണം. ഈ അവസരത്തിൽ അവളോടൊപ്പം നിൽക്കേണ്ടത് ഞാനല്ലേ, പ്ലീസ്? അവൻ ഡോക്ടർ മുമ്പിൽ തൊഴുത് അപേക്ഷിച്ചു. നോ 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 വേ മിസ്റ്റർ, അവനിക്ക് ആദ്യമേ പെർമിഷൻ എടുക്കണം. ഈ അവസാന നിമിഷത്തിൽ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാലൊന്നും ശരിയാവില്ല. പ്ലീസ് ഡോക്ടർ, പ്ലീസ്, എനിക്ക് അവളോടൊപ്പം നിൽക്കണം. ധൈര്യം പകർന്നു കൊടുക്കണം. പറ്റില്ലെന്ന് മാത്രം പറയരുത് ഡോക്ടർ, ഞാൻ കാലുപിടിക്കാം. ഡോക്ടറുടെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ച് അവൻ കരഞ്ഞു പറഞ്ഞു. അവന്റെ കവിളിലൂടെ ഒലിച്ചിറങ്ങുന്ന മിഴിനീർ തുള്ളികൾ കണ്ട് അവരുടെ മനസ്സൊന്ന് അയഞ്ഞു. ഉള്ളിൽ ചെറുനോവ് ഉണർന്നു. ഒടുക്കകത്തേക്ക് കയറാനുള്ള പെർമിഷൻ കിട്ടി. മറ്റുള്ള പേഷ്യൻസിന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ഹോസ്പിറ്റൽ ഡ്രസ്സും ധരിച്ച് അവളുടെ അരികിലെത്തി. വേദന സഹിക്കാൻ കഴിയാതെ ബെഡിൽ തലയുരുട്ടി തൊണ്ടകീറി അലറുകയായിരുന്നു അവൾ. ആ കാഴ്ച സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അവന്. മോളെ കരയിലേടാ. അവന്റെ ശബ്ദം കേട്ടതും അവളുടെ മിഴികൾ മുകളിലേക്ക് ഉയർന്നു. അടുത്ത് അവനെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി അവൾക്ക്. പാതി വേദന കുറഞ്ഞ പോലെ ആയാസപ്പെട്ട് വിളിച്ചു അവൾ. ഏയ് ഒന്നുമില്ല പൊന്നെ, നമ്മുടെ വാവയ്ക്ക് വേണ്ടിയല്ലേ, കുറച്ച് സമയം കൂടി സഹിച്ചാൽ മതി. അയ്യ പറ്റുന്നില്ല എനിക്ക്, ഞാനിപ്പോ മരിച്ചു. ഒന്നും പറഞ്ഞില്ല. അവളുടെ വലത് കൈയിലേക്ക് തന്റെ കരം കോർത്ത് പിടിച്ചു. ആ നെറ്റിയിലേക്ക് ചുണ്ടുകൾ അമർത്തി വെച്ചവൻ അവന്റെ കണ്ണുകളിൽ നിന്ന് കുത്തിയൊലിക്കുന്ന മിഴിനീർ മുത്തുകൾ അവളുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങി താഴേക്ക് പതിച്ചു. ഉമ്മാ! ഒരലർച്ചയായിരുന്നു അവൾ. അത് കേട്ട് അവൻ ഞെട്ടിക്കൊണ്ട് പിന്മാറി. ഉമ്മാ! തളർന്നു പോയിരുന്നു. ആ തളർച്ചയിൽ കണ്ണുകൾ മാളി അടഞ്ഞു പോകുന്നുണ്ട്. ഡോക്ടർമാരും നഴ്സുമാരും ഓരോന്ന് പറഞ്ഞ് പരമാവധി അവളെ കൊണ്ട് പ്രസവിപ്പിച്ചെടുക്കാൻ ശ്രമം നടത്തുകയാണ്. മിനിറ്റുകൾ കൂടി കഴിഞ്ഞുപോയി. പെട്ടെന്നൊരു കുഞ്ഞിന്റെ കരച്ചിൽ അവിടെ ആകെ അലയടിച്ചു. വേദനകളിൽ നിന്നും മുക്തയായി ആദ്യ സമാധാനത്തോടൊന്ന് ശ്വാസമെടുത്തു. ഫെബിയുടെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരി. ഇരുവരുടെയും മിഴികൾ ഒരുപോലെ ആനന്ദ കണ്ണുനീർ പൊഴിച്ചു. അവന്റെ അതിരങ്ങൾ വീണ്ടും അവളുടെ മുഖമാകെ മാറി മാറി അമർന്നു. മോളാ, ഡോക്ടർ പറഞ്ഞ സന്തോഷം കൊണ്ട് രണ്ടുപേരുടെയും ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. മുഖത്ത് ചിരിയാണെങ്കിലും അതിനൊപ്പം തന്നെ കണ്ണുനീര് ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. കുഞ്ഞിനൊരു നോക്ക് കാണിച്ചു കൊടുത്ത് ഫെബിക്ക്. അവരതിനെ സ്വീകരിക്കാൻ പാകത്തിന് 2 കൈയും നേഴ്സിന് നേരെ നീട്ടിയതും അവർ പുഞ്ചിരിച്ചുകൊണ്ട് നിരസിച്ചു. ആയിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഇനി അയാൾ പുറത്തേക്ക് കിടന്നോളൂ കേട്ടോ. അല്പസമയം കൂടി കഴിഞ്ഞ് അവളെയും കുഞ്ഞിനെ റൂമിലേക്ക് മാറ്റും. അപ്പൊ കാണാം. അവന്റെ നോട്ട് ആദിയിലേക്ക് നീണ്ടു. അവൾ ചെറുമയക്കത്തിലേക്ക് വീഴുകയായിരുന്നു. മനസ്സില്ലാ മനസ്സോടെ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിക്കേണ്ടി വന്നു. ധരിച്ചിരുന്ന പച്ചവേഷം അഴിച്ചു മാറ്റി പുറത്തേക്ക് കടന്നു. അവിടെ എല്ലാവരും അവനായി കാത്തിരിക്കുകയായിരുന്നു. അവൻ എന്തു പറയുന്നു എന്ന് കേൾക്കാൻ കാതോർത്തിരുന്നു ഓരോരുത്തരും. ഉമ്മ, എനിക്ക് മോളുണ്ടായി. ശ്യാബേ, മോളാണ്ടാ, എനിക്കൊരു മോളുണ്ടായി. അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഫെബി. അടക്കി വെച്ച കണ്ണുനീർ വീണ്ടും പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. അത് സന്തോഷം കൊണ്ട് മാത്രമായിരുന്നില്ല. ആദിയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞുകൊണ്ടുകൂടിയായിരുന്നു. അവൾ അനുഭവിച്ച വേദനകൾ ഓരോന്നും ഓർത്തിട്ടായിരുന്നു. അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു അവിടെ ഓരോരുത്തരും. എങ്കിലും കുഞ്ഞിനൊരു നോക്ക് കാണാനായി കാത്തിരുന്ന അവരെല്ലാം. എന്താടാ ഇത്, മോളുണ്ടായെന്ന് പറഞ്ഞ് നിന്ന് മൂങ്ങുന്നോ? ഫെബിയെ തന്നിൽ നടത്തി മാറ്റി കളിയായിക്കൊണ്ട് ചോദിച്ചു ഷിയാബ്. അവന്റെ ഉള്ളിലെ നോവ് ഇത്രമാത്രമാണെന്ന് ഷിയാബിന് അറിയാം. അതിൽ നിന്ന് അവനെ ഒന്ന് മോചിതനാക്കാൻ വേണ്ടി മനഃപൂർവ്വമായിരുന്നു അങ്ങനെ ഒരു കളിയാക്കൽ. മണിക്കൂറുകൾ പിന്നിട്ടു. മയക്കം വിട്ട് കണ്ണു തുറക്കുമ്പോൾ ആദിക്ക് ചുറ്റും എല്ലാവരും ഉണ്ടായിരുന്നു. മോളെ ഫെബിയുടെ കയ്യിൽ കണ്ടതും അറിയാതെ ഒന്ന് പുഞ്ചിരിച്ചു പോയവൾ. ഉമ്മ, കുടിക്കാൻ എന്തേലും? 3 ഉമ്മമാരുണ്ട്, അവളുടെയും ഫെബിയുടെയും അഫ്രയുടെയും. ഉമ്മാന്നുള്ള വിളി കേട്ടതും 3 ആളും കൂടെ ഒരുമിച്ച് എഴുന്നേറ്റ് വന്നു. എന്താ മോളെ, എന്താ വേണ്ടേ? കുടിക്കാനോ കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ചുറ്റും നിന്ന് സ്നേഹം കൊണ്ട് അവരവളെ വീർപ്പ് മുട്ടിച്ചു. കഴിക്കുകയും കുടിക്കുകയൊക്കെ വേണം, വിശന്നിട്ട് പാടില്ല. അതും പറഞ്ഞ് അവൾ മെല്ലെ എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും കൈത്താങ്ങായി ഉമ്മയെത്തിയിരുന്നു. ഒരു പില്ലോ എടുത്ത് പുറത്ത് ചാരി കൊടുത്തവർ. ദേവാവയുടെ ഉമ്മ എണീറ്റു. കുഞ്ഞിനെയും കൊണ്ട് അവൻ ആൾക്കരിയിലായി ചെന്നിരുന്നു. അവന്റെ കൈക്കുള്ളിൽ പതുങ്ങിക്കിടന്നുറങ്ങുന്ന മോളെ കണ്ടതും സന്തോഷം കൊണ്ട് അവരുടെ അധരങ്ങൾ വിരിഞ്ഞു വന്നു. അപ്പോഴേക്കും ഉമ്മ ഫുഡുമായി എത്തിയിരുന്നു. ഞാൻ കൊടുത്തോളാം, കൈ കഴുകട്ടെ പറഞ്ഞുകൊണ്ട് അവൻ കരുതലോടെ ബെഡിന്റെ ഒരറ്റത്തേക്ക് കുഞ്ഞിനെ കിടത്തി. ശേഷം വാഷ്റൂമിലേക്ക് നടന്നു. ഈ നേരം വരെ നിലത്തി വെച്ചിട്ടില്ല അതിനെ. വയറ്റിൽ കിടന്നപ്പോൾ ഉപ്പാനറിയാത്ത മോളാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു ഇതുവരെ. ഫെബിയുടെ ഉമ്മ അവളോടായി പറഞ്ഞു. മറുപടിയായി അവൾക്കും ആദ്യം ഒന്ന് പുഞ്ചിരിച്ചു കൊടുക്കുക മാത്രം ചെയ്തു. ഉടനെ വാഷ്റൂമിൽ നിന്നും ഫെബി തിരിച്ചെത്തി. പ്ലേറ്റ് കയ്യിലേക്ക് എടുത്ത് പിടിച്ച് ചോറ് കുഴച്ച് ഉരുളയാക്കി ആദിക്ക് നീട്ടി. അവൾ വായ തുറക്കാതെ മുഖം വീർപ്പിച്ച് അവനെ തുറക്കനെ നോക്കി.
വാങ്ങിച്ച് കഴിക്കടിയെന്ന് അവൻ കണ്ണുകൾ കൊണ്ട് കെഞ്ചി. അവൾ പതിയെ വായ തുറന്ന് ആ ചോറുള്ള കഴിച്ചു തുടങ്ങി. അവൻ സാവധാനം കുറച്ച് കുറച്ചായി അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. ചൂട് കാപ്പിയും കുടിപ്പിച്ചു. അതിനോടൊപ്പം ഇടയ്ക്ക് ഉറക്കത്തിൽ നിന്ന് കുഞ്ഞു ഞെട്ടുമ്പോൾ ഒരു കൈ കൊണ്ട് അതിനെയും തട്ടി തട്ടി ഉറക്കിയാതി. അവൻ നോക്കി കാണുകയായിരുന്നു അവന്റെ നീക്കങ്ങൾ ഓരോന്നും. കൊതിച്ച നിമിഷങ്ങൾ തന്നിലേക്ക് വന്നടഞ്ഞിരിക്കുന്നു. അവൾ മനസ്സറിഞ്ഞ് റബ്ബിന് സ്തുതി പറഞ്ഞു. ദിവസം ഒന്ന് കഴിഞ്ഞ് അഫ്രിയ അവളുടെ ഉപ്പയുമ്മയും മടങ്ങിപ്പോയി. മോളെയും കൊണ്ട് നിൽക്കുന്ന ബുദ്ധിമുട്ട് കാരണം ഷിഫയെ അവളുടെ വീട്ടിൽ കൊണ്ട് വിട്ടു. റിയാനും ആഷി റൂമിന്റെ സൈഡിൽ വിസ്തരിച്ചിരുന്ന് ഫ്രൂട്ട്സ് തട്ടുന്നു. ബാക്കിയുള്ളവർ ഇരുന്ന് വെറുതെ ഓരോന്ന് സംസാരിക്കുന്നു. പെട്ടെന്നാണ് ഡോറും തള്ളി തുറന്ന ഒരാൾ അകത്തേക്ക് വരുന്നത്. ആദ്യമോളെ വന്ന് ഞാൻ. എല്ലാവരുടെയും നോട്ട് ഒരുപോലെ ആ ഭാഗത്തേക്ക് നീണ്ടു. റിൻഷ ആദിയുടെ കണ്ണുകൾ വിടർന്നു. അപ്പോഴേക്ക് റിൻഷ അവൾക്കരികിലേക്ക് എത്തിയിരുന്നു. ഷിയാബ് ആഷിയെ നോക്കി അർത്ഥം വെച്ച തലയനക്കി. അതുകൊണ്ട് ഫെബി ഒന്ന് തലയനക്കി. ആൾ വന്നതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യാനായെന്ന ഭാഗത്തിൽ ആഷി അവരെ നോക്കി മുഖം കൂട്ടി. ഇതെല്ലാം കണ്ട് ഒന്നും മനസ്സിലാവാതിരുന്ന റെയ്ഹാൻ ആഷിയെ തോണ്ടി വിളിച്ച് എന്താ സംഭവം എന്ന് കൈമലർത്തി. അവനൊരു കുസൃതി ചിരിയോടെ നെഞ്ചിൽ കൈതട്ടി എന്റേതെന്ന് കാണിച്ചു. അത് കേട്ടതൊന്നുകൂടി കണ്ണുകൾ തുറന്ന് റെയ്ഹാൻ അവളെ മിഴിച്ചു നോക്കി. അപ്പോഴേക്കും റിൻഷ ആദ്യയോടെ പൊരിഞ്ഞ സംസാരം തുടങ്ങിയിരുന്നു. ഉമ്മയോട് പറഞ്ഞ് അവൾ കുഞ്ഞിനെടുത്ത് മടിയിലേക്ക് കിടത്തിച്ചു. കണ്ണങ്ങനെയാണ്, മൂക്ക് അങ്ങനെയാണ് എന്നൊക്കെ പറയാൻ തുടങ്ങി. കൂട്ടത്തിൽ ബാക്കിയുള്ളവരോടും സംസാരിക്കുന്നുണ്ട്. അവളുടെ വീട്ടിൽ കയറി ചെന്ന് ആ തന്തയോട് ഞാൻ 4 ഡയലോഗ് അടിച്ചിട്ടാ ഇവള് സ്വാതന്ത്ര്യത്തോടെ ഇവിടെ ഇപ്പൊ ഇങ്ങനെ വന്നിരിക്കുന്നത്. അതിന്റെ പോലെ നന്ദിയോട് നോക്കിയ അവൾക്ക് കുരുപ്പ്. ചന്തയിൽ കണ്ട മൈൻഡ് പോലും വെക്കുന്നില്ല. താനെന്നൊരാൾ ഇവിടെ ഉണ്ടെന്ന് പോലും നടിക്കുന്നില്ല. അവളെ കണ്ടത് ആഷിക്ക് ചൊറിഞ്ഞേറാൻ തുടങ്ങി. ഷിയാബ് സൂചന കൊടുത്തുകൊണ്ട് ഉമ്മാക്ക് അവൾ അറിയാമായിരുന്നു. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അവർക്ക് അവളെ നന്നായി ബോധിച്ചു. ആ കൈ കൊണ്ട് ഒരു ചായം ഇട്ടുകൊടുത്ത് അവൾക്ക്. കുറച്ച് സമയം കൂടി കടന്നുപോയി. എല്ലാവരോടും യാത്ര പറഞ്ഞ് പോവാനൊരുങ്ങി. ഒരു പുഞ്ചിരി കൊണ്ട് ആഷിയെയും പരിഗണിച്ചവൾ. പക്ഷെ അവൻ വലിയ മൈൻഡൊന്നും ചെയ്യാൻ പോയില്ല. ദേഷ്യമോ കുശുമ്പോ എന്തോ ഒന്നുണ്ടായിരുന്നു മനസ്സിൽ. റോഡിലേക്ക് ഇറങ്ങി 10 അടി നടന്നേ ഉള്ളൂ. മഴ വീണ്ടും ചിന്നി ചിന്നി പെയ്തു തുടങ്ങി. ഷോളൊന്നുകൂടി റെഡിയാക്കി അവൾ വേഗത്തിൽ നടന്നു. കുടയില്ലായിട്ടല്ല, എടുക്കാൻ മടിച്ചിട്ട്. ഡീ പെട്ടെന്നൊരു മുഴക്കം പോലെ പുറകിൽ നിന്നൊരു വിളി. ആ ശബ്ദത്തിന്റെ ഉടമയെ തിരിച്ചറിയാൻ തിരിഞ്ഞു നോക്കണമെന്നില്ല. പുറകെ വരുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. സന്തോഷത്തോടെ അവളുടെ അധരങ്ങൾ വിടർന്നു വന്നു. ഡീ നിന്നെ വിളിച്ച്. ആൾ പിന്നെയും മുന്നോട്ട് നീങ്ങുന്നുണ്ട്. അവന് ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു. അത് മനസ്സിലാക്കി അവൾ മേലെ തിരിഞ്ഞു നോക്കി. എന്താണ് നിനക്കൊരു ജാട? ഞാനുണ്ടായിരുന്നല്ലോ അവിടെ, നീ എന്നെ കണ്ടില്ലേ? ഞാൻ ചിരിച്ചപ്പോ നീയല്ല എന്നെ മൈൻഡാക്കായിരുന്നു. എന്നിട്ടിപ്പോ എനിക്കായ കുറ്റം? അങ്ങനെ അവസാനത്തേക്ക് മാറ്റി വെക്കുന്ന പരിഗണന എനിക്ക് വേണ്ട. എന്താ പിന്നെ നിനക്ക് വേണ്ടത്? എനിക്ക് വേണ്ട, ഞാൻ പണ്ടേ പറഞ്ഞാണല്ലോ. നീയാ അന്നും ഇന്നൊരു മറുപടി തരാത്ത്. ഇനിയും മറുപടിയോ? നമ്മൾ സെറ്റായതല്ലേ? എന്നാ ആര് പറഞ്ഞു? നേരാവണ്ണം സംസാരിച്ചിട്ട് പോയില്ല നീ എന്നോട്. ഇനി ഞാനായിട്ട് അങ്ങോട്ട് അടുക്കാൻ വന്നാലോ? തർക്കുത്തരല്ലാതെ വായിൽ നിന്ന് വല്ലതും വീണിട്ടുണ്ടോ? പിന്നെ ആകെ കൂടി നല്ലപോലെ ഒന്ന് മിണ്ടിയെന്ന് പറയാൻ അന്ന് ഉപ്പ മുറിയിൽ പൂട്ടിയിട്ടപ്പോഴാ. അതും സിയയുടെ ബുദ്ധി പ്രവർത്തിച്ചുകൊണ്ട്. നിനക്ക് വിവാഹത്തിന് താല്പര്യമില്ല, അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് നീ കരഞ്ഞു. ഞാനൊരു ഐഡിയ പറഞ്ഞുതരികയും ചെയ്തു. അത് വർക്കൗട്ടായി. അല്ലാതെ നിന്റെ മനസ്സിലെന്താണെന്നോ എന്നെ ഇഷ്ടമാണെന്നോ നീ ഈ നിമിഷം എന്നോട് പറഞ്ഞിട്ടുണ്ടോ? സംസാരത്തിൽ പരിഭവം നിറയുന്നതിനൊപ്പം മുഖവും ഇരുണ്ടു. റിൻഷ തന്റെ മിഴികളെ മുകളിലേക്ക് ഉയർത്തി. മഴ നേരത്തേനേക്കാൾ ശക്തി പ്രാപിച്ച് ആർത്ത് പെയ്യുകയാണ്. ഒപ്പം ഇളം കാറ്റും വീശുന്നുണ്ട്. ശരീരം തണുത്തു തുടങ്ങിയിരുന്നു. പ്രണയം തുറന്നു പറയാൻ പറ്റിയ അവസരം ഇത് തന്നെയെന്നോർത്തും ആ തണുപ്പ് അവളുടെ മനസ്സിലേക്കും കൂടി പടർന്നു കയറി. ഒരു നിമിഷം അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നവൾ. അവനൊരു പിടുത്തവും കിട്ടിയില്ല. തിരിച്ചു അതേപോലെ അവളെ മിഴിച്ചു നോക്കി. 2-3 അടി കൂടി അവൾ അവനിലേക്ക് അടുത്തു. ശേഷം ഇരുകൈകൾ കൊണ്ടും വലയം ചെയ്ത് അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞു. എനിക്ക് നിന്നെ ഇഷ്ടം പ്രണയമോ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എന്തൊക്കെയാണ്? ഈ ജീവിതവും അത് കഴിഞ്ഞുള്ള മരണവും നീ ഒരുമിച്ച് വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. വെറുതെ ഒരു തമാശക്ക് പറയുന്നല്ല കേട്ടോ, സത്യമായിട്ടാ, സീരിയസ് ആയിട്ടാ. ഐ ലവ് യു ആഷി, ലവ് യു സോ മച്ച്. അവൾ പോലും അറിയാതെ നെഞ്ചിലേക്ക് അവളുടെ അധരങ്ങൾ അമർന്നിരുന്നു. ആഷിക്ക് വിശ്വസിക്കാനായില്ല. ഇങ്ങനൊരു പ്രവൃത്തി അവളിൽ നിന്നൊരിക്കലും പ്രതീക്ഷിച്ചതല്ല. സന്തോഷം കൊണ്ട് ഹൃദയം പൊട്ടി പുറത്തേക്ക് ചാടുമെന്ന് തോന്നിയവന് അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് നിറകിൽ അമർത്തി മുത്തിയവൻ. നിമിഷങ്ങൾ കടന്നുപോയി. ഹൈവേയിലാണ് നിൽക്കുന്നതെന്ന ബോധം വന്നു. രണ്ടുപേരും അകന്നു മാറി. ഇത് ഞാൻ ഇന്ന് പറയാൻ കാത്തുവെച്ച വാക്കുകളല്ല. അന്ന് നിന്റെ ബർത്ത്ഡേക്ക് രാത്രി 12 മണിയാവോളം കാത്തിരുന്ന് നിനക്ക് ഗിഫ്റ്റായിട്ട് തരാൻ കരുതിയായിരുന്നു. പക്ഷെ സംഭവിച്ച മറ്റെന്തൊക്കെയോ. സന്തോഷത്തോടെ ഞാൻ പറയാൻ വിളിച്ചപ്പോൾ കോൾ അറ്റൻഡ് ചെയ്ത് പരിചയമില്ലാത്ത ഏതോ ഒരാൾ ഈ ഫോണിൻ്റെ ഉടമ ആക്സിഡൻ്റായി ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ് ഒരു മുഴക്കം പോലെ ഇപ്പോഴും എൻ്റെ കാതിലുണ്ട്. പിന്നെ എങ്ങനെയാണ് ഷിയാബ്ഖാനെ വിളിച്ച് പറഞ്ഞതെന്ന് ഓർമ്മയില്ല. തികച്ചും യാന്ത്രികമായിരുന്നു. ആളുടെ മുഖത്ത് തെളിച്ച മങ്ങിതാവ് ശ്രദ്ധിച്ചു. വാക്കുകൾ ഹൃദയത്തിൽ തങ്ങി നിൽക്കുകയാണ്. പിറന്നാൾ സമ്മാനം തരാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ കിട്ടിയത് ആക്സിഡന്റ് ന്യൂസ്. ആ നേരത്തെ എങ്ങനെ തരണം ചെയ്തിട്ടുണ്ടാവും അവളെന്ന് ഓർക്കുകയായിരുന്നു അവൻ. ഓട്ടെ, സാരില്ല, കഴിഞ്ഞു. ഈ മനസ്സൊന്ന് തുറന്നുകൊണ്ട് ഇനി എനിക്ക് ധൈര്യമായിട്ട് സ്വപ്നം കാണാലോ. നനഞ്ഞു കൂതിയതിന് ബസ്സിൽ പോകണ്ട, ബൈക്ക് കൊണ്ടുവിടാം ഞാൻ. വീട്ടിലേക്കെന്ന് പറഞ്ഞ് ഇറങ്ങിയാൽ ഞാൻ. പക്ഷേ വിശ്വസിച്ചിട്ടില്ല ആരും. അവർക്കറിയാം നിന്റെ പുറകെ വന്നാണെന്ന്. വെയിറ്റ്, വണ്ടി എടുത്തിട്ട് വരാം.
അതും പറഞ്ഞവൻ ധൃതിയിൽ തിരിഞ്ഞടന്നു. അവൾ അരിയിലേക്ക് നീങ്ങി നിന്നു. ഇങ്ങനെ പോയ റെസ്റ്റ് ടൈം കഴിഞ്ഞ് എണീക്കുമ്പോഴേക്കും അവൾ രണ്ടാമത് ഗർഭിണിയാവും. ആദ്യം നോക്കിയിരിക്കുകയായിരുന്നു ഫെബി. പെട്ടെന്നാണ് വാതിലിനടുത്തുനിന്ന് ഒരു അശരീരി കേൾക്കുന്നത്. തലയുയർത്തി നോക്കുമ്പോൾ റെയ്ഹാൻ. എന്താ? ആദ്യം നെറ്റി വിളിച്ചുകൊണ്ട് റെയ്ഹാനെ നോക്കി. ഏരിപ്പിരിക്കുകയാണെങ്കിൽ അവൾ രണ്ടാമത് ഗർഭിണിയാൻ അധികം താമസം വേണ്ടി വരില്ല. ഒഞ്ഞി പോടെ അവിടുന്ന്. എന്റെ മകളെ ഞാനില്ല പിന്നെ ആരാ നോക്കേണ്ടത്? നിനക്ക് കണ്ണുകടിയാ ഈ സ്നേഹം കണ്ടിട്ട്. ആ സോനയെ കണ്ട് പേടിച്ചു പോയതാ നീ. ദയിക്കാണ് നോക്കൂലേട്ടോ. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. മോനേതായാലും എഴുന്നേറ്റോ. ഹോം നേഴ്സ് എത്തിയിട്ടുണ്ട് ആളെയും കുഞ്ഞിനെയും പരിചരിക്കാൻ. 40 ദിവസത്തേക്ക് നിനക്ക് നീ വീട്ടിലേക്ക് പ്രവേശനമല്ല. വേണമെങ്കിൽ ഒന്നുകൂടി ഖത്തർ പോയി വന്നോ. 40 ദിവസോ? പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അത് ഞാൻ എന്നും വരും. എന്നെ കൊണ്ട് പറ്റില്ല കാണാതിരിക്കാമെന്നോ? അല്ലെങ്കിൽ തന്നെ വരാനെത്തിരിക്കുന്നു. ഞാൻ ഇവിടെയല്ലേ ഇനി മുതൽ താമസിക്കാൻ പോകുന്നത്. അവന്റെ പറച്ചിലയുടെ റെയ്ഹാൻ അർത്ഥം വെച്ചവൻ തലയാനക്കി. ശേഷം അവനെ പുറത്തേക്ക് വിളിച്ചു. തൽക്കാലം മോനെ എണീറ്റ് വന്നേ. ഒരു ജോലി കൂടി ബാക്കിയുണ്ട് നമുക്ക്. ജോലിയോ? എന്ത്? പറയാം, നീ വാ. മൂക്കുമുട്ട ഫുഡും തട്ടി ഒരു സിഗരറ്റും പോച്ച് ലോറിയിലേക്ക് കയറാൻ നോക്കുമ്പോഴാണ് അതിന്റെ ഡോറും ചാരി ഏതോരുത്തം നിൽക്കുന്നത് കാണുന്നത്. അയാൾക്ക് എവിടുന്നേക്കോ ദേഷ്യം നുരഞ്ഞു പൊന്തി. മാറടാ ചെറുക്കാണ്ട് പറഞ്ഞുകൊണ്ട് അയാൾ അവന്റെ കൈത്തണ്ടയിൽ ആഞ്ഞൊന്ന് വലിച്ചെങ്കിലും നിന്നിടുന്ന ഒരനക്കം പോലും മാറിയില്ല അവൻ. നീ എന്നെ കളിയാക്കാണ? അയാളുടെ മുഖിരുണ്ട് വന്നു. എന്നിട്ട് മുന്നിൽ നിൽക്കുന്നവന് കുലുക്കോയിലായിരുന്നു. ദേഷ്യം തീർക്കാൻ അവർ നേരെ കൈയോങ്ങിയപ്പോഴാണ് പിന്നിലൊരു നിഴലനക്കം പോലെ തോന്നിയത്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ വേറൊരുത്തൻ. അയാൾക്ക് എന്തോ പന്തിയേട് തോന്നി. ചുറ്റിലൊന്ന് കണ്ണോടിച്ചപ്പോൾ 1-2 ആളുകൾ വേറെയും ഉണ്ട്. ഇത് തടികേടാവുന്ന കേസാണെന്ന് മനസ്സിലായതും തലയിൽ ചുറ്റിവെച്ച മുണ്ടഴിച്ചുകൊണ്ട് അയാൾ 2 അടി പിന്നോട്ട് വെച്ചു. അപ്പോഴേക്കും തടസ്സമായി 2 പേരെ അയാളുടെ പുറകിലേക്ക് കയറിയിരുന്നു. കണ്ണുകൾ ഭയത്തോടെ ഒന്ന് ചുറ്റിലും പാഞ്ഞു. ലോറിക്ക് മറുവശം ചേർന്ന് നിൽക്കുന്നവരുടെ കയ്യിൽ ക്രിക്കറ്റ് ബാറ്റും ഹോക്കി സ്റ്റിക്കും കണ്ടതോടെ അയാളുടെ നല്ല ജീവനങ്ങ് പോയി. ഒരു സെക്കൻഡ് ചിന്തിച്ച ശേഷം ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. വിടരുതയാളെ! റെയ്ഹാൻ ശബ്ദമുയർത്തതും ആ ഒരു 5 പേരെ ആൾക്ക് പുറകിലായി ഓടാൻ തുടങ്ങി. ഇരുവശത്തും കടകൾ നിറഞ്ഞു നിൽക്കുന്ന ഇടുങ്ങിയ വഴിയിലൂടെ മത്സരിച്ച് ഓടുന്നതിനിടെ പലതും തട്ടിത്തെറിച്ച് താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു. അതൊന്നും ശ്രദ്ധിക്കാതെ അവർ കുതിച്ചോട്ടം തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുക്കം ഏതോ ഒരു ഗോഡൌണിന്റെ ഉള്ളറയിലേക്കാണ് എത്തിപ്പെട്ടത്. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അയാൾ നിന്ന് ശ്വാസം വലിച്ചു. അപ്പോഴും കണ്ണുകൾ ചുറ്റിലും പരതുകയായിരുന്നു. തനിക്ക് പിന്നിൽ ആരുമില്ലെന്നറിഞ്ഞു വല്ലാത്തൊരു ആശ്വാസം തോന്നുന്നുണ്ടായിരുന്നു. കൂട്ടിയിട്ടിരിക്കുന്ന ചാക്കെട്ടുകൾ മുകളിലേക്ക് ഇരിക്കാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് എന്തോന്ന് മുന്നിലേക്ക് പറന്നിറങ്ങുന്നതായി തോന്നിയത്. തല ഉയർത്തി നോക്കുമ്പോൾ മുന്നിൽ 2 രൂപങ്ങൾ. ഒന്നുകൂടി കണ്ണുവിടർത്തി വെച്ചു. 2 മുഖങ്ങൾ എവിടെയോ കണ്ടു മറന്ന പോലെ അയാളൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു. എന്നിട്ടും കിട്ടിയില്ല. ഒട്ടും ഓർമ്മയില്ല? എങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ദേ ഇവൻ. ഒരു ദിവസം രാത്രി ഒരു ബുള്ളറ്റിന്റെ പുറകിൽ കൊണ്ടുപോയി തന്നെ ലോറി ഇടിച്ച ഓർമ്മയുണ്ടോ? 1 അല്ല 2 വട്ടം. അതും പോരായിട്ട് ഇവന്റെ 2 കാലുകൾക്കിടയിൽ കൂടി അതേ ലോറിയുടെ വീല് നീ കയറ്റിയിറക്കി. പറഞ്ഞപ്പോൾ റെയ്ഹാന്റെ മുഖമൊന്നാകെ വലിഞ്ഞു മുറുകിയിരുന്നു. അത് കണ്ടയാൾ തൊണ്ടയിൽ കൂടി ഉമിനീര് പോലും ഇറക്കാൻ വയ്യാത്ത അവസ്ഥയായി. അത്രയ്ക്ക് ഭയം തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കൊക്കയിലേക്ക് കൊണ്ടുപോയത് ഓർക്കുന്നില്ലേ? എന്നെ എന്റെ ജീപ്പിനെ ഇത്ര പെട്ടെന്ന് മറന്നുപോകാൻ സാധ്യതയില്ലല്ലോ. അതുകൂടി കേട്ടതോടെ അയാളുടെ എല്ലാ ഊർജവും നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.